പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫേസ്ബുക്കിനെ കുറച്ച് പൊടിക്കൈകളാണ്. ഫേസ്ബുക്കിൽ നിന്നൊരു ഏണിങ്സ് പ്രതീക്ഷിക്കുന്നവരും അല്ലെങ്കിൽ ഇപ്പോൾ ഏണിങ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്കും ഒരുപാട് ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കറിയാം, നമ്മുടെ ഫേസ്ബുക്കിൽ നിന്ന് ഇപ്പോൾ ഏണിങ്സ് ഫേസ്ബുക്ക് സാധാരണപ്പെട്ട ആൾക്കാർക്ക് കിട്ടണമെന്നുള്ള ഒരു കാര്യത്താൽ നമ്മുടെ പ്രൊഫൈലിലും നമുക്ക് മോണിറ്റൈസേഷൻ, അതായത് കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന സാധനങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഇപ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഫേസ്ബുക്കിനകത്തൊക്കെ ഓരോ ഫോട്ടോസ് റീൽസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് പേജ് അല്ലെങ്കിൽ പ്രൊഫൈലൊക്കെ ഒന്ന് റീച്ച് ആക്കി കൊണ്ടിരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടന്റ് മോണിറ്റൈസേഷൻ സാധാരണപ്പെട്ട ആൾക്കാർക്കും കിട്ടാൻ വേണ്ടിയിട്ട് പ്രൊഫൈലിനും കൊടുത്തു തുടങ്ങിയപ്പോൾ ഒരുപാട് വീട്ടമ്മമാരും അല്ലെങ്കിൽ ചെറിയ ചെറിയ തൊഴിൽ അന്വേഷിച്ചിരിക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ മറ്റ് ഒരു പ്രശ്നങ്ങളൊന്നുമില്ലാതെ സ്വന്തമായിട്ടൊരു ഏണിങ്സ് സമ്പാദിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെട്ട രീതിയിലേക്ക് ഫേസ്ബുക്ക് ഈ ഒരു കണ്ടന്റ് മോണിറ്റൈസേഷൻ കൊടുത്ത് ഒരുപാട് പേർക്ക് സഹായം ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരുന്നു. അപ്പോൾ ഫേസ്ബുക്ക് ബീറ്റ വേർഷന് മാത്രമായിരുന്നു ഈ ഒരു സാധനം കൊടുത്തിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു അടുത്ത ദിവസങ്ങളിലായിട്ട് ഇപ്പോൾ ഒരുപാട് പേർക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ടൂള് എനേബിൾ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് റീച്ചും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളും ഉപയോഗിച്ച് മാത്രം ഒരുപാട് പേര് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിനകത്ത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സും റീച്ചസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് നമ്മുടെ റീൽസ് ഇടുന്നത് മുഖേനയാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് പേരിലേക്ക് എത്തുകയും അവരത് കാണുകയും അവർ ലൈക്ക് അടിക്കുകയും കമൻറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ആ ഒരു റീൽസ് കൊണ്ട് ഒരുപാട് ഫോളോവേഴ്സ് കയറുകയും റീൽസാണ് ഏറ്റവും കൂടുതൽ എൻഗേജ്മെൻറ്റ് നമ്മുടെ അക്കൗണ്ടിന് അല്ലെങ്കിൽ നമ്മുടെ പേജസിന് കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാക്കി തരിക. അതിനുശേഷം നമുക്ക് ഇപ്പോൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നതിനും അതിന് ഫോട്ടോയ്ക്ക് കിട്ടുന്ന റീച്ചും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ഇപ്പോൾ ഏണിങ്സ് കൊടുക്കുന്നുണ്ട്. ഫോട്ടോയ്ക്ക്, റീൽസിന് അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സ്റ്റോറീസിന്, ഷോർട്സ്, അതായത് ഫേസ്ബുക്ക് ഒരുപാട് തരത്തിലാണ് ഇപ്പോൾ ഒരു കണ്ടന്റ് മോണിറ്റൈസേഷൻ ആൾക്കാരിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫോട്ടോസ് മാത്രം ഉപയോഗിച്ച് ഒരുപാട് ആൾക്കാർ പൈസ ഉണ്ടാക്കും. ഡെയിലി നമുക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു കൃത്യമായിട്ടുള്ള കാര്യം ഉണ്ടാവണമെന്ന് തന്നെയില്ല. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിൽ നമുക്ക് പോസ്റ്റ് ചെയ്ത് നമുക്ക് അതിൽ നിന്നൊരു ഏണിങ്സ് സമ്പാദിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ മെറ്റ AI അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ തന്നെ മെറ്റ AI എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്, അല്ലെങ്കിൽ സാധാരണപ്പെട്ട AI ഉണ്ട്. AI വെച്ചിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ ടൈപ്പ് ചെയ്ത് നമുക്ക് അങ്ങനത്തെ ഇത് സ്വന്തമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഫോട്ടോയ്ക്ക് മാത്രമാണ്. വീഡിയോസ് AIs ഫേസ്ബുക്ക് ഇപ്പോൾ അത്ര ഇതാക്കി കൊടുക്കുന്നില്ല. എങ്കിലും അതൊരു ഭാവിയിലേക്കൊരു AI ഫേസ്ബുക്കുമായിട്ടുള്ള ഒരു കണക്ഷനിൽ ചിലപ്പോൾ അതൊരു ഇനേബിൾ ആക്കി കൊണ്ടുവരും. ഇപ്പോൾ അത് സാധ്യമല്ല. നമുക്കിപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന സാധനങ്ങൾക്ക് അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അല്ലെങ്കിൽ അതിന് കോപ്പിറൈറ്റ് ഉണ്ടോ എന്നുള്ള ഇത് നമ്മുടെ പേജ് സ്റ്റാറ്റസിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ സ്റ്റാറ്റസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് ഒരു ഫോട്ടോസും കാര്യങ്ങളും ഇല്ല. നമുക്ക് രാവിലെ ഒരു ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഒരു വൈകിട്ടൊരു ഗുഡ് നൈറ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റേ AI പോലത്തെ അല്ലെങ്കിൽ ചെറിയ AI ഫോട്ടോസൊക്കെ ജനറേറ്റ് ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ളൊരു കണ്ടന്റ് കൂടി ഇട്ട് നമുക്കത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് റീച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് പൈസ ഏൺ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഫോട്ടോയ്ക്ക്, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയ്ക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നതിലാണ്. അപ്പോൾ ഈ റീച്ച് കിട്ടുന്ന ഒരു കുറച്ച് ടെക്നിക്ക് കാര്യങ്ങളോ അല്ലെങ്കിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ആൾക്കാർ നമ്മുടെ അക്കൗണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട്. നമ്മുടെ ഫേസ്ബുക്കിൽ ഒരുപാട് മെറ്റ AI പെണ്ണുങ്ങളെ ഉപയോഗിച്ച് ഇപ്പോൾ ഒരുപാട് റീച്ചസും നേടുന്നുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ടും കാണുന്നത് വിവാഹാലോചനകൾ, അതായത് മാട്രിമോണി ആപ്പിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതൊരു AI ഗേളാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനത്തെ ഫോട്ടോസ് ഉപയോഗിച്ച് വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു, താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അടിയിലോട്ട് ഒരുപാട് ലൈക്കും കമൻറ്റും അല്ലെങ്കിൽ ഫോൺ നമ്പർ വരെ ടൈപ്പ് ചെയ്തിരുന്ന ആൾക്കാരുണ്ട്. ഡിവോഴ്സ് മാട്രിമോണി അതിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ മെറ്റ AI പെണ്ണുങ്ങളെ ഉപയോഗിച്ച് വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്തുനിന്ന് പേര് വെളിപ്പെടുത്തുകയോ അങ്ങനത്തെ ഒരു കാര്യമുള്ളൂ. ഫേക്ക് കാര്യങ്ങൾ വെച്ചിട്ടാണ് അതിൽ AI പെണ്ണുങ്ങളെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ
ഒരുപാട് കമൻസും ലൈക്കുകളും ഒക്കെ നമുക്ക് AI വെച്ചിട്ട് ഇങ്ങനെ പെണ്ണുങ്ങളുടെ മാത്രമല്ല അല്ലാതെ ഇപ്പം എന്തെങ്കിലും ഒരു സ്ഥലം വിൽക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ ഇത് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് അല്ലെങ്കിൽ ഒന്നും വേണ്ട, നമുക്കൊരു കാറിൻ്റെ ഇമേജ് ആണെങ്കിലും ഇങ്ങനെ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അതേപ്പറ്റി അറിയാൻ മേലാത്ത ആൾക്കാർ വരെ അതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റിൽ ലൈക്കും. ചില ആൾക്കാർ അത് ഇഷ്ടപ്പെടുന്നത്, അത് കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, അത് വാങ്ങിക്കാനൊന്നും അല്ലായിരിക്കും എങ്കിലും അത് കണ്ട് ലൈക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ചിലരത് എന്തെങ്കിലും കൊള്ളാലോ എന്ന് പറഞ്ഞൊരു കമൻറ്റ് ചെയ്യാനായിട്ടുള്ളൊരു താല്പര്യം കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ അല്ലെങ്കിൽ കിട്ടുന്നതാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു സെക്ഷൻ ആൾക്കാരുണ്ട്. ഇനി ഒരു കാര്യം സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ പോസ്റ്റിന് കുറച്ച് കാറ്റഗറീസിലൂടെയാണ് നമുക്ക് ലൈക്കും വ്യൂവേഴ്സും കമൻസും ഒക്കെ കിട്ടുന്നത്. അതിൽ ഒന്നാമത്തെ ആൾക്കാരെന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. ഒരു പക്ഷേ അത്ര നല്ല കാര്യങ്ങളാണ് എങ്കിൽ മാത്രമല്ല, നല്ലൊരു ഫോട്ടോയാണ് അല്ലെങ്കിൽ നല്ലൊരു റീലാണ് അല്ലെങ്കിൽ നല്ലൊരു എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിനാണെങ്കിൽ മാത്രമാണ് അത്രയ്ക്ക് നല്ല ലൈക്കുകൾ നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ നല്ല ഷെയർ പോവുക, അല്ലെങ്കിൽ നല്ല കമൻറ്റ്സ് വരിക. ഇപ്പോൾ ഒരു തരത്തിലുള്ള ആൾക്കാർ മാത്രമായിരിക്കും അതിൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുന്ന ആൾക്കാർ. മറ്റൊരു വിഭാഗം ആൾക്കാർ പറയുന്നത് അതേ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കമൻസ്, ലൈക്കൊന്നും ചെയ്തിട്ടില്ല, നമുക്ക് കമൻസ്, നമുക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത് കമൻസ് വഴിയാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാലും ശരി ഇഷ്ടപ്പെട്ടില്ലേലും ശരി നമുക്ക് ആ ഒരു പോസ്റ്റിലൂടെ നമുക്ക് കമൻസ് കൊണ്ട് നമുക്ക് ഒരുപാട് നമുക്ക് റീച്ച് ഉണ്ടാക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ പിന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യങ്ങളെ ആസ്പദമാക്കി എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് നമുക്കൊരു ആൻസർ പറഞ്ഞു തരാൻ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പോസ്റ്റുകളാണെങ്കിൽ കൂടുതൽ കമൻസ് വരികയും അല്ലെങ്കിൽ കമൻസ് കൊണ്ട് നമുക്ക് കൂടുതൽ റീച്ച് ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ഉണർത്തുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു പോസ്റ്റും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ അവർ കമൻറ്റ് ചെയ്ത് കൂടുതൽ ചെയ്യുന്നതാണ്. പിന്നെ ഒരു തരത്തിലും നമ്മുടെ ഇടുന്ന പോസ്റ്റ് ഇഷ്ടമേ അല്ല. ഇപ്പോൾ ഒരു എന്ത് കാര്യങ്ങൾ ഇട്ടാലും അതിന് കുറ്റം പറയുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഈ കുറ്റം അല്ലെങ്കിൽ അതേപ്പറ്റി ചീത്ത പറയുന്നതും എല്ലാം ഇടുന്ന പോസ്റ്റിന് പറ്റുന്ന ഒരു റീച്ചാണ്. അപ്പം നമ്മളെ ആര് ചീത്ത പറഞ്ഞാലും അല്ലെങ്കിൽ എന്ത് കുറ്റപ്പെടുത്തിയെന്ന് പറഞ്ഞാലും അവരെ കൊണ്ട് തരാൻ പറ്റുന്ന ഒരു സംഭാവന മാത്രമാണ് നമ്മളെ ചീത്ത പറയുന്നതും അല്ലെങ്കിൽ അത് അവർ എന്ത് നമ്മളെ തിരിച്ച് റിയാക്ട് ചെയ്താലും നമുക്കത് റീച്ചാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കടന്നു വരാനായിട്ട് ജസ്റ്റ് ഫോട്ടോ മാത്രം അല്ലെങ്കിൽ റീൽസ് എന്ത് കാര്യങ്ങളെങ്കിലും നമുക്ക് ഡെയിലി കാര്യങ്ങൾ കൊടുക്കുക. ഏറ്റവും കൂടുതൽ ഫേസ്ബുക്ക് എൻഗേജ് ആക്കിക്കൊണ്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് കൂടുതൽ കണ്ടന്റ് മോണിറ്റൈസേഷൻ, അതായത് കൂടുതലും സ്വന്തം കണ്ടന്റിന് നമ്മൾ തന്നെ ചെയ്യുന്ന മറ്റാരിൽ നിന്നും എടുക്കാതെ നമ്മൾ തന്നെ ചെയ്യുന്ന നല്ല നല്ല കണ്ടന്റിന് മാത്രമാണ് ഫേസ്ബുക്ക് ഏറ്റവും പെട്ടെന്ന് കണ്ടന്റ് മോണിറ്റൈസേഷൻ ഇനേബിൾ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ പേജ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ എൻഗേജ് ആക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഒരു പോസ്റ്റ് ആണെങ്കിലും പറഞ്ഞില്ലേ കൂടുതൽ കമൻസ് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു ടെക്നിക്കൽ നിങ്ങൾ അതിനകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഓരോ ഡെയിലി വരുന്ന പോസ്റ്റ് ഇപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഫേസ്ബുക്കിൽ ഇപ്പോൾ ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ പ്രൊഫൈലിനും കൂടി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പരസ്പരം ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റർമാരുണ്ട്, അല്ലെങ്കിൽ തിരിച്ച് ഫോളോ ചെയ്ത് അല്ലെങ്കിൽ ഫോളോ ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് ഫോളോവേഴ്സിനെ കിട്ടാനായിട്ടൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ. അതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ഏകദേശം 10,000 ഫോളോവേഴ്സൊക്കെ ആണെങ്കിലോ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടുന്നതാണ്. ഇപ്പോൾ വളരെയധികം ചെക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫേസ്ബുക്കിനകത്ത് ഒറിജിനൽ കണ്ടന്റ് ആണോ എന്നൊക്കെ ഫേസ്ബുക്ക് ഇപ്പോൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം മാക്സിമം ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഡെയിലി പോസ്റ്റ് ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ആഴ്ച ഒരു റീലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളെങ്കിലും ഡെയിലി ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിക്ചർ അപ്ലോഡ് ചെയ്യുക, അതിൽ ഒരു സ്റ്റോറി ആക്കാനായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പോസ്റ്റിനെ നമുക്ക് സ്റ്റോറി ആക്കാം. അപ്പോൾ കൂടുതൽ ഫേസ്ബുക്കിനെ എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. ഫേസ്ബുക്കിൽ നിന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടന്റ് മോണിറ്റൈസേഷൻ ഒരുപാട് പേർക്ക് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു ഏണിങ്സ് സമ്പാദിക്കാൻ പറ്റുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കൂടുതലും ഈ ജോലിയൊക്കെ അല്ലെങ്കിൽ മറ്റൊരു വരുമാനം പ്രതീക്ഷിച്ചിരിക്കുന്ന വീട്ടമ്മമാരെ പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചൊക്കെ അവർ ചെയ്യുന്ന ഡെയിലി ലൈഫ് കാര്യങ്ങളൊക്കെ എടുത്താണെങ്കിലും ഇതിൻ്റെ അകത്ത് നല്ല നല്ല സ്വന്തം കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ ഒട്ടനെ തന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾ മാക്സിമം ഇങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ സാധാരണപ്പെട്ട ഇങ്ങനെ ഇവരെ ഏണിങ്സ് ഫേസ്ബുക്കിൽ നിന്ന് സമ്പാദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വീഡിയോസിന് നമ്മുടെ അക്കൗണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നവരെ ബൈ.